പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവരെ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ,
പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിൻ്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അപ്പം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിനങ്ങൾ അനുസ്മരിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഇതിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ട്രാൻസാക്ഷൻ ഈ ആൾക്കാരുടെ വാസ്തവം എങ്ങനെയാണ്? ചാകണ വരെ 10 ഇടുമ്പോഴൊക്കെ അവിടെ ജീവിക്കും. പക്ഷേ അവരുടെ ട്രാൻസാക്ഷൻ എന്താണ്? ദൈവമായിട്ടുള്ള ട്രാൻസാക്ഷൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാ വ്യാപാരം എന്ന് പറയും. അത് ഒരുപക്ഷെ ഒരു ആദ്യകാലങ്ങളിലൊക്കെ ഓക്കെ ആകാം. പക്ഷെ നമ്മളങ്ങോട്ട് ദൈവത്തിലേക്ക് വരുന്തോറും അത് വർക്കൗട്ട് ചെയ്യത്തില്ല. വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവലിൽ തന്നെയാണെങ്കിൽ നിൻ്റെ സ്റ്റാറ്റസും അങ്ങനെ തന്നെ ആയിരിക്കും. ബൈബിൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യണത് ഈ ബാഹ്യ മനുഷ്യനല്ല. ബാഹ്യ മനുഷ്യനാണ് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഒക്കെ വരണത്. ബൈബിൾ അഡ്രസ്സ് യേശുക്രിസ്തു നമുക്ക് നൽകിയത് നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കാൻ വേണ്ടിയാണ്. ആന്തരിക മനുഷ്യൻ, അത് എഫിഷ്യൻസ്, അത് ആന്തരിക മനുഷ്യനെക്കുറിച്ച് നല്ല എഫിഷ്യൻസ് ആണ്. എഫിഷ്യൻസ് 3:16 എടുത്തേ. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം, കേട്ടോ, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരൊക്കെ പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയാണ്. എന്തെങ്കിലും പറയണതറിയാമോ? ഞാൻ ഇടയ്ക്ക് ഇപ്പം വിചാരിക്കും, ഇപ്പം ഈശോ ഉണ്ടല്ലോ, ഈ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ച ഏറ്റവും നല്ല മാതൃകാ രൂപമാണ് ഈശോ എന്ന് പറയുന്നത്. അത് ഇപ്പം ഈശോ എന്താ പറയുന്നത്? നിങ്ങൾ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു എന്നല്ല പറയണത്. 10:19 ലൂക്കായി. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് മറ്റുള്ളവർ നമ്മൾ ഉപദ്രവിച്ചാലും വി ഡോണ്ട് ഫീൽ ഇറ്റ് ആസ് ഇഫ് വി ആർ നോട്ട് ഹർട്ടഡ്. മറ്റുള്ളവർ നമ്മൾ ഹർട്ട് ചെയ്യും, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതാണ് ഈ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിച്ചാലുണ്ടാകുന്ന ഒരു റിയാക്ഷൻ റെസ്പോൺസ് എന്ന് പറയുന്നത്. ജഡിക മനുഷ്യനാണെങ്കിൽ നമ്മളെ തന്തയ്ക്ക് വിളിച്ചാൽ നമ്മളും തന്തയ്ക്ക് വിളിക്കും. അത് അവനെ തല്ലിയവനെ നമ്മൾ തല്ലിയ തിരക്കി പിടിച്ച് നമ്മൾ പോകും, അല്ലെങ്കിൽ പക സൂക്ഷിച്ച് വെക്കും. അപ്പം ജഡിക മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ. ഇതങ്ങനെയല്ല, നമുക്കങ്ങനെ തോന്നത്തില്ല. പോട്ടെ എന്ന് പറയും. ഇപ്പം ഈശോ തന്നെ, ഇപ്പം ഉദാഹരണത്തിന് സർപ്പങ്ങളുടെയും തേളുകളുടെയും ചവിട്ടി നടന്ന ഒരാളാണ് ഈശോ. ഇവിടെ സർപ്പം ആരായിരുന്നു? സർപ്പം എന്ന് പറയുന്നത് യൂദാസ് സർപ്പമല്ലായിരുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ ഈ സർപ്പം പൊളിക്കണത് ഇര തേടാനും ആൾക്കാരെ കൊത്താനും അല്ലേ? അത് തന്നെയല്ലേ യുദാസ് ചെയ്ത്. അയാൾ
അയാളുടെ ആക്ഷനിൽ അയാൾക്ക് പൈസയും കിട്ടി, ഈശോനെ കൊല്ലുകയും ചെയ്തു. അവിടെ സർപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ സർപ്പം കൊത്തുമ്പോഴും ഈശോ എന്താ വിളിക്കണത്? അയാളെ ചവിട്ടി നടക്കണ അയാളുടെ പുറത്തുകൂടി ഈശോ എന്താണ്? സ്നേഹിത എന്നാണ് വിളിക്കണത്. അതാണ് ഇതാണ് ആന്തരിക മനുഷ്യൻ, ബലം പ്രാപിച്ച ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സഹായിച്ച ഈശോയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും 1000 നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ജാനറ്റ് ബാബു. ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂരിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2023 പക്ഷേ അന്ന് വന്ന് വെറുതെ പ്രാർത്ഥിച്ചിട്ട് പോയതാണ്. എന്താണ് ഉടമ്പടി എന്നോ എന്താണ് കൃപാസനമെന്നോ ആഴത്തിൽ അറിയില്ലായിരുന്നു. ഉടമ്പടി എടുക്കുന്നത് 2024 ജൂലൈ 27 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ MCOM പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മമ്മിക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗം സ്ഥിരീകരിച്ചു. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനാണ് കൂടുതലായിട്ടും മമ്മിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയിൽ കുറച്ച് ക്ലാസ്സുകൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. പരീക്ഷയുടെ സമയത്തൊക്കെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എൻ്റെ വൈവയുടെ എക്സാമിൻ്റെ തലേന്ന് വരെ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ പിറ്റേന്ന് എക്സാമിന് ഞാൻ പോയപ്പോൾ മാതാവിൻ്റെ കാശരൂപവും ഉടമ്പടി ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഇൻവിജിലേറ്റേഴ്സ് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും എനിക്ക് ഉത്തരം പറയാൻ പറ്റി. MCOM ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ കോളേജ് ടോപ്പറായിട്ട് മാതാവ് എന്നെ ഉയർത്തി. അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ഉടമ്പടി കാശരൂപം ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം അൾത്താരയിലിരിക്കുന്ന ഈ മാതാവിൻ്റെ രൂപം ഞാൻ സ്വപ്നം കണ്ടു. മാതാവ് ചുണ്ടനക്കി എന്നോട് എന്തോ സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതിനുശേഷം ഉടമ്പടി പുതുക്കുമ്പോൾ ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടി പുതുക്കുമ്പോൾ വീടെന്ന് പറയുന്ന ഒരു നിയോഗം ഉടമ്പടിയിൽ വെക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, ആരോടും പറഞ്ഞില്ല. പക്ഷേ ആ ആഗ്രഹം മാതാവും ഈശോയും കണ്ടു. ആ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടാണ് ഉടമ്പടി ഞാനിപ്പോൾ പുതുക്കിയത്. ആ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് വന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ വാങ്ങി ഇവിടുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടുതലും ഹോസ്പിറ്റലിലൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത്. RCCയിലൊക്കെ ചെല്ലുമ്പോൾ ഓൾറെഡി വേറെ ആരെങ്കിലും കൊടുത്ത പത്രങ്ങളൊക്കെ തറയിൽ കിടക്കുന്ന ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ചായ കുടിച്ച കപ്പ്, വേസ്റ്റ് ടിഷ്യൂ പേപ്പർ, ഇങ്ങനത്തെ കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഞാനത് വേസ്റ്റുകളെടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് ആ പത്രം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല, അപ്പോൾ ഞാൻ ചെറുതായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഒരു വിഹിതം മാറ്റിവെച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് വരുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ഉടമ്പടി തീർന്നിട്ടും ഞാൻ ഉടമ്പടി ജീവിതം അതുപോലെ ക്രമപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു. അതായത് ബൈബിൾ വായന, രാവിലത്തെ ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. ഉടമ്പടി ധ്യാനം മുടക്കിയിട്ടില്ല. സായന പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഈ കാര്യങ്ങളൊന്നും ഞാൻ മുടക്കിയിട്ടില്ല ഉടമ്പടി തീർന്നിട്ടും. ഇപ്പോഴും അത് തുടർന്ന്, ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും ആ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങി പ്രാർത്ഥനാ മാധ്യസ്ഥം വഴി ചോദിച്ചു വാങ്ങി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞാൻ കത്തോലിക്ക വിശ്വാസിയാണ്. കുർബാനയും കുമ്പസാരവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടി ആഴപ്പെടുവാനായിട്ട് ഈ ഉടമ്പടിയാണ് സഹായിച്ചത്. ഉടമ്പടി എടുത്തതിൽ പിന്നെയാണ് മാതാവിനോടും ഈശോയോടുമുള്ള ബന്ധം കുറച്ചും കൂടി ആഴപ്പെടുവാനായിട്ട് സഹായിച്ചത്. ഒരിക്കൽ കൂടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി അറിയിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 44 8 തിരുവചനം. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല. ജാനറ്റ് എന്ന മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് തൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും വളരെ ആഴമായ ഒരു ദൈവാനുഭവം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിക്കുകയാണ്. മകൾ പറയുകയുണ്ടായി, പരിശുദ്ധ അമ്മയുടെ സാമീപ്യം സ്വപ്നദർശനത്തിലൂടെ മകൾക്കുണ്ടായി. പരിശുദ്ധ അമ്മ തന്നെ ഈ രൂപത്തിൽ, ഈ ഇമേജിൽ തന്നെ പരിശുദ്ധ അമ്മ ചുണ്ടനക്കിക്കൊണ്ട് എന്നോട് സ്വപ്നത്തിൽ സംസാരിക്കുന്നതായി ഞാൻ കണ്ടു. അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ വീട് പണി പെട്ടെന്ന് പൂർത്തിയായി ഇവിടെ വന്ന് ഈ മകൾക്ക് സാക്ഷ്യം പറയാനുള്ളൊരു വലിയ അനുഗ്രഹം ഉണ്ടായത്. മകളുടെ പഠനകാലത്തെ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴുള്ളൊരു വലിയ സങ്കട സമയമായിരുന്നു. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മകൾക്ക് കൃത്യമായി പഠിക്കാനൊന്നും സാധിച്ചില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് ജാനറ്റിനൊരു നല്ല ഉറപ്പുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മ എന്നെ ജയിപ്പിക്കും, ഞാൻ ഒരു വിജയം കൈവരിക്കും. പക്ഷേ ഉടമ്പടിയിലായതുകൊണ്ട് പരിശുദ്ധ അമ്മ ആ അമ്മയോട് ചെയ്യുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും മകളുടെ വലിയ വിശ്വസ്തയോടുകൂടിയുള്ള അമ്മയെ സേവിക്കുന്നതും കണ്ടത് ഈശോയിൽ നിന്ന് ലഭിച്ചൊരു പ്രത്യേക അനുഗ്രഹമായിരുന്നു കോളേജ് ടോപ്പറായി മകളെ ഉയർത്തിയത്.
നാം വിശ്വസ്തരായിരിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതിലും അപ്പുറമാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയിൽ നിന്നും പ്രാപിച്ചു തരുന്നത്. നമുക്കറിയാം, ഉടമ്പടിയുടെ ഒരു വലിയ കണ്ടൻ്റാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. താനൊന്നും പഠിച്ചിട്ടില്ല, കൃത്യമായി എനിക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ മെറിറ്റിൽ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരിക്കെ ഒരു കോളേജ് ടോപ്പറാകാനായിട്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹം കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതഭാരങ്ങളെല്ലാം പരിശുദ്ധ അമ്മ കുറച്ചു തരുന്ന സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുകയും ഉടൻ പരിഹാരം പരിശുദ്ധ അമ്മ നമുക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. നമുക്കറിയാം, വചനങ്ങളിലൂടെ നാം വായിച്ചെടുക്കുന്നുണ്ട്, നമ്മുടെ സന്തോഷം അവിടെ നിന്നാണ്. നമുക്ക് ഒരു സമ്പൂർണ്ണമായ സന്തോഷം ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും അവിടുത്തെ തിരുരക്തത്താൽ നമ്മെ വീണ്ടെടുത്തതും. നമ്മുടെ ആ ഒരു പെസഹ എക്സ്പീരിയൻസ് എപ്പോഴും നമ്മുടെ വിശുദ്ധ ബലിയിലൂടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനറ്റ് പറയുകയുണ്ടായി, ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയെ പോലെ നല്ല ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉടമ്പടിയിലേക്ക് വന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയെയും ഈശോയും ആഴമായി സ്നേഹിക്കാൻ തുടങ്ങിയത്. ഓരോ സമയത്തും ഈശോയോടും പരിശുദ്ധ അമ്മയോടും കൂടി ആലോചിച്ചുകൊണ്ടാണ് എല്ലാ തീരുമാനങ്ങളും ഈശോയുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, ജോലി ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഈശോയോട് തീരുമാനങ്ങൾ എടുക്കുവാനുള്ളൊരു വലിയ പ്രാപ്തി ഈ മകൾക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളും നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. പരിശുദ്ധ അമ്മ അതിനുള്ള എല്ലാ മധ്യസ്ഥവും നമുക്ക് വേണ്ടി അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് നാം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നത്. ഉടമ്പടി ഒരു ജീവിത ക്രമമാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലിച്ചതേ പാലിക്കൂ എന്നൊരു ചൊല്ലുള്ളതുപോലെ നാം ശീലിച്ചതാണ് ഉടമ്പടി. നമ്മുടെ ജീവിതത്തിൽ നിത്യതയോളം ഈശോ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മയിന് വേണ്ടി നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. നമുക്ക് ജാനറ്റിൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ആദ്യം തന്നെ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. കോടാനുകോടി എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും, അതിന് മേളിൽ വല്ലതും ഉണ്ടെങ്കിൽ അതായിരിക്കും. എൻ്റെ പേര് അഞ്ജു, ഇത് എൻ്റെ ഹസ്ബൻഡ് ലിജോ. ഞങ്ങൾ മൂവാറ്റുപുഴ മാറാടിയിൽ നിന്നാണ് വരുന്നത്. ഹസ്ബൻഡ് നേരത്തെ അടുത്ത വീട്ടിലൊരു ചേച്ചിയുടെ കൂട്ടത്തിൽ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യം ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടത്. പിന്നെ ഒരു 3-4 ആഴ്ച ഇവിടെ വന്ന് ആ ചേച്ചി പറഞ്ഞു, കൊച്ചു ഉടമ്പടി എടുക്കണോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് പിന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞാണ് ചേട്ടായി തിരിച്ചു പോകുന്നത്. അവിടെ വന്നു കഴിഞ്ഞിട്ട് 10-30 വർഷമായിട്ട് മദ്യപാനവും പുകവലിയും ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. ഞങ്ങളത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുവഴി ഞങ്ങൾക്ക് 3 മക്കളാണ്. അപ്പോൾ മക്കളും ഞാനും ഒക്കെ സന്തോഷമില്ലാതെയുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ഒരു ദിവസം 28-ാം തീയതി ഞങ്ങൾ ഹൈറേഞ്ചിന് ഒരു മരണാവശ്യത്തിനായിട്ട് ഞങ്ങൾ പോയി തിരിച്ചു വന്ന വഴിക്ക് എന്നോട് അന്ന് അവിടുന്ന് നന്നായിട്ട് മദ്യവെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചു വന്ന വഴി എന്നോട് പറഞ്ഞു, എനിക്ക് ഇനിയും പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി ചില്ലറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം തൊട്ട് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യത്തിൽ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഒരു അരമണിക്കൂർ കിടന്നുറങ്ങി. അരമണിക്കൂർ കിടന്നുറങ്ങിക്കഴിഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു. അപ്പോൾ ചീത്ത പറയാനല്ല, അപ്പോൾ വളരെ എന്തോ പേടിച്ച് പോകണേക്കാണ് പുള്ളി പറയണത്. അപ്പോൾ ഞാൻ വേഗം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വന്നു, എനിക്ക് നാളെ തന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പെട്ടെന്ന് അങ്ങനെ പറയണം? അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് മാതാവ്. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ആകെ വിയർത്ത് കുളിച്ച് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുമായിരുന്നു. അപ്പോൾ മദ്യപിച്ചിട്ട് ഒട്ടും ബോധമില്ലാതെയാണ് ആൾ കിടന്നുറങ്ങിയത്. അപ്പോൾ മാതാവ് വന്ന് എന്നോട് പറഞ്ഞു, നീ ഇങ്ങ് പോരെ, നിൻ്റെ ഇതെല്ലാം ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അന്ന് നമുക്ക് രാവിലെ പോകാം. ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ ഒരു സിഗരറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നും കൂടിയേ ഉള്ളൂ. അമ്മ എന്നോട് പറഞ്ഞു, നാളെ തൊട്ട് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇപ്പോൾ പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ എന്തിനാ ഇപ്പോൾ ഉപയോഗിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നാൽ എനിക്കിനി വേണ്ടാന്ന് പറഞ്ഞ് അത് ചുരുട്ടി കൂട്ടിങ്ങ് മാറ്റിയിട്ടു. സാധാരണ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അത് തപ്പി എടുത്തുകൊണ്ട് പോയി അത് ഉപയോഗിക്കാറാണ് പതിവ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓർത്താൽ മദ്യപിച്ചിട്ട് കിടന്നതിൻ്റെ ഇതിലായിരിക്കും എന്ന് ഓർത്തു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതെടുക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നി തമാശയല്ലല്ലോ എന്നോർത്തു. അപ്പോൾ ഒരു 8:30 ആയപ്പോൾ എന്നോട് പറഞ്ഞു, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഉടമ്പടി എടുക്കണ്ട. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതുപോലെ പാലിക്കണം. ചേട്ടാ ഒരു ഹിന്ദു ആണ്. അപ്പോൾ ചേട്ടയുടെ ഇതിലേക്ക് ക്രിസ്ത്യാനിയായിരുന്നു ഞാനപ്പോൾ ചേട്ടയുടെ ഇതിലേക്ക് വന്ന് വിവാഹം കഴിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ദുരിതം വലിച്ചു വെക്കുന്ന പോലെ ആയിപ്പോൾ, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ സെപ്റ്റംബർ 2-ാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഇന്നിപ്പോൾ ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വന്നതാണ്. 3 മാസമായി. ഇതുവരെ മദ്യപാനം ഇല്ല, പുറത്തേക്ക് പോക്കില്ല, പിന്നെ വലിക്കണമില്ല, ഒന്നുമില്ല. എല്ലാത്തിൽ നിന്നും മാതാവ് മുക്തമാക്കി തന്നു ഞങ്ങളെ. അതിന് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാനും മക്കളും അതുപോലെ സന്തോഷിച്ചു. അപ്പോൾ 30 വർഷമായിട്ട്
30 വർഷം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തുടങ്ങിയെന്ന് ഹസ്ബൻഡ് പറയും. എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് അമ്മയും അപ്പനും ഇല്ല. അപ്പോൾ ഞാൻ കൂട്ടുകാരുടെ കൂടി ഇങ്ങനെ പുറം ഒക്കെ നടന്ന് ഒക്കെ ഭയങ്കര മദ്യപാനം ഇതൊക്കെയായിരുന്നു. എങ്ങനെയാണ് മാതാവിനോടും ഈശോയോടും നന്ദി പറഞ്ഞത് എനിക്കറിയാൻ വേണ്ട. എല്ലാം എൻ്റെ മാതാവ് എനിക്ക് മാറ്റി തന്നു. ഞാൻ മാതാവിനോട് ഈശോയോട് കൂടി നന്ദി ഞാൻ പറയുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇട്ടിട്ട് പോയതാണ് 12 വയസ്സുള്ള. അപ്പോൾ 12 വയസ്സിൽ തുടങ്ങിയ മദ്യപാനവും പുകവലിയാണ് മാതാവ് ഒറ്റ രാത്രിയും കൊണ്ട് മാറ്റി തന്നത്. അപ്പോൾ എല്ലാവർക്കും സാധിക്കും. അമ്മേനെ വിളിച്ചപേക്ഷിച്ച് കഴിഞ്ഞാൽ അമ്മ നമ്മളെ കൈവിടുകയില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെയാണ് സന്തോഷവും സമാധാനം എന്തെന്ന് ഞങ്ങൾ അറിയണത്. എൻ്റെ മക്കളും ഞാനും ഒക്കെ ഒരുപാട് സന്തോഷമായിട്ട് ഇപ്പോൾ ജീവിക്കണം. അതുപോലെ എനിക്ക് 10-15 വർഷമായിട്ട് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ ആ തലവേദന ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി 1.5 മാസത്തോളം ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും തണുപ്പടിക്കാൻ മേല, വെയിൽ കൊള്ളാൻ പാടില്ല, അപ്പോൾ ഒക്കെ തലവേദന വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് നെറ്റിയിൽ തൈലം പുരട്ടി തന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിക്സ് തേച്ച പോലെ പുകയുണ്ടെന്ന് പറഞ്ഞു എൻ്റെ നെറ്റി. പിന്നെ ഇതുവരെ ഇപ്പോൾ 2 മാസത്തോളമായി എനിക്ക് ഇതുവരെ തലവേദന വെയിലടിച്ചാലും തണുപ്പടിച്ചാലും കാറ്റ് കൊണ്ടാലും ഒന്നും എനിക്ക് ഇതുവരെ ഒരു വിഷയമില്ല. അങ്ങനെ ഞങ്ങളുടെ 2 പേരെ ഇത് മാറ്റി തന്നു. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഇന്നത്തെ ഉടമ്പടിയുടെ ഇത് തന്നെ ഞങ്ങൾക്ക് മരണം വരെ ഞങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു പോകണമെന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ഹിന്ദു ആണെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന ചെല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മാറി നിൽക്കുക. അതുപോലെ നന്നായിട്ട് ജപമാലയും ചൊല്ലി പ്രാർത്ഥനയൊക്കെ ഒരു ദിവസം പോലും മുടങ്ങാനോ ഒരു സമയം തെറ്റാൻ പോലും എന്നെ സമ്മതിക്കുകയല്ല. എല്ലാം ഇതും ചെയ്തു തരും. ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിക്കപ്പോഴും തന്നെ ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് ഞങ്ങൾ മിക്കപ്പോഴും തന്നെ വരും. ഇവിടെ വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും തന്നെ അമ്മയുടെ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സാക്ഷ്യം പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറ്. അപ്പം നമ്മളെ കളിയാക്കുവാണോ അങ്ങനെ ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല. എപ്പോഴും ഞങ്ങൾ അമ്മയുടെ മഹത്വത്തെപ്പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളെ ഞങ്ങൾക്ക് അറിയാവുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട്. ആത്മീയമായിട്ട് കുടുംബത്തിൽ ഞങ്ങളിപ്പോൾ രാവിലെയും വൈകുന്നേരവും എന്നും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു. ഇപ്പോൾ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും. എൻ്റെ മക്കളും വന്നിരിക്കും. മക്കൾക്കാണെങ്കിലും അടുത്ത വീട്ടിൽ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്, ആ ചേച്ചിയും വരും. ആ ചേച്ചിക്ക് എപ്പോഴും അത്ഭുതമാണ് ചേട്ടാ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ചേട്ടയുടെയൊക്കെ മാറ്റങ്ങൾ എന്നെ കഴിഞ്ഞും ഉപരി ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള ആൾക്കാർക്കറിയാം. അപ്പോൾ അവർ പറയും എത്രത്തോളം അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിച്ചേക്കണേന്ന് എപ്പോഴും ആ ചേച്ചി എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. ആ ചേച്ചിക്ക് ഉടമ്പടി എടുക്കാനും സാക്ഷ്യം പറയാനുമുള്ള ഇത് മാതാവ് കൊടുക്കും. എല്ലാത്തിനും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പീറ്റർ 5:7. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം അവരുടെ പ്രാർത്ഥനകളിലും ആവശ്യങ്ങളിലും തക്ക സമയത്ത് ഇടപെട്ട് അവരെ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും വഴികളിലൂടെ നയിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സഹോദരി മകൾ ലിജോ KA നമ്മളോട് പങ്കുവച്ച സാക്ഷ്യം നമ്മൾ കേട്ടു. 30 വർഷം നീണ്ടു നിന്ന മദ്യപാനം, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു രാത്രി കൊണ്ടാണ് ആ മദ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് ഈ മകന് വിടുതൽ കൊടുത്തത്. പറയുമായിരുന്നു വീട്ടിൽ സമാധാനമില്ലായിരുന്നു, സന്തോഷമില്ലായിരുന്നു. കൃപാസനത്തിൽ ആരോ വന്ന് വിളിച്ചു. ഇതാണ് പ്രേക്ഷിതരുടെ ഒരു സഹായം ലഭിച്ചത്. കൃപാസനത്തിൽ വന്ന ഒരു ചേച്ചിയാണ് ആദ്യം ഇവരെ കൊണ്ടുവന്നത്. വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ തോന്നിയില്ല, തിരിച്ചുപോയി. പിന്നീടാണ് പരിശുദ്ധ അമ്മ തന്നെ ഈ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത്. ആ സമയത്ത് പരിശുദ്ധ അമ്മ നിൻ്റെ ജീവിതത്തിലെല്ലാം മാറ്റിത്തരാമെന്നാണ് അമ്മ കൊടുത്ത വാക്ക്. ആ വാക്കാണ് പരിശുദ്ധ അമ്മ അത് പാലിച്ചത്. അന്ന് രാത്രി പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഈ മകൻ എഴുന്നേറ്റ് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ടും ഭാര്യയ്ക്ക് വിശ്വാസമായില്ല. ഇത് സത്യമാണോ? ആ മകൻ തീർച്ചപ്പെട്ട് പറഞ്ഞപ്പോഴാണ് ഈ മകളും കൂടെ കൊണ്ടുവന്നത്. ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അന്നു മുതലാണ് അവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ കുടുംബത്തിലേക്ക് ഈശോയും പരിശുദ്ധ അമ്മയുമാണ് ചേർന്ന് നിന്നത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് പിന്നെ വീണ്ടും നമ്മൾ കാണുന്നത്. ആ മകൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ കൂടെ ആ മകന് മദ്യപാന ദുശീലത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. അമ്മ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ കൂടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ വിശ്വാസം മൂലമാണ്, നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനാണ് ദൈവം പ്രവർത്തിക്കുന്നത്.
ഈ മക്കളുടെ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. നമ്മൾ വിചാരിക്കും മദ്യപാനി പ്രാർത്ഥിച്ചാൽ ഒന്നും ദൈവം കേൾക്കുമോ എന്നൊരു സംശയമാണ് നമ്മുടെ മനസ്സിൽ. പക്ഷെങ്കിൽ കൂടുതൽ വിശ്വാസ തീഷ്ണതയോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് വരുമ്പോഴാണ് പരിശുദ്ധ അമ്മ ഈശോയും കരം പിടിച്ച് നമ്മളെ നയിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്കും ഈ ഉടമ്പടി യാത്ര തുടരാം. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ഉടമ്പടി ജീവിതം തീഷ്ണതയോടെ നമുക്കും ജീവിക്കാം. ഈ മകൾ പറഞ്ഞ തലവേദനയുടെ കാര്യം 15 വർഷം നീണ്ടുനിന്ന തലവേദനയാണ്. പരിശുദ്ധ അമ്മ കൊടുത്ത ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ചാണ് ആ മകളുടെ തലവേദനയും ഈശോയും അമ്മയും കൂടെ സൗഖ്യമാക്കി കൊടുത്തത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് വന്നു. 30 വർഷത്തെ മദ്യപാനം ഒരു രാത്രി കൊണ്ട് നിർത്തി. 15 വർഷത്തെ തലവേദന ഉടമ്പടി വസ്തുക്കളിലൂടെ അതും സൗഖ്യപ്പെടുത്തി കൊടുത്തു. ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ലഭിച്ച ഈ കുടുംബത്തിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. തുടർന്നും നമ്മളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിലൂടെ ഉടമ്പടി മക്കളുടെ ജീവിതം മനോഹരമാക്കി തീർക്കാനായിട്ട് ഈശോയും പരിശുദ്ധ അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന്. എൻ്റെ പേര് അബിയ. ഞാൻ 2022 ജൂൺ 4-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 5ാമത്തെ സാക്ഷ്യമാണ്. ആദ്യമായിട്ട് ഇപ്പോൾ ഞാൻ നന്ദി പറയുന്നത്, എനിക്ക് കുറവുകളുണ്ടായിട്ടും എൻ്റെ ഉടമ്പടി കുറച്ച് നാളായിട്ട് എവിടെയോ പാളിപ്പോയിട്ടും ഈശോയും അമ്മ എന്നെ ഇവിടെ നിർത്തിയതിനാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയം ഉണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുമോ സാക്ഷ്യം പറയാനെന്ന്. പക്ഷേ സിസ്റ്റർ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞതുപോലെ 100 ആടുകൾ ഉള്ളതിൽ ഒരെണ്ണം വഴിതെറ്റിപ്പോയാൽ അതിനെ തിരഞ്ഞു പിടിക്കുന്നവനാണ് ഈശോ. ഈശോ എന്നോട് കാണിച്ച കാരുണ്യത്തെ ഓർത്ത് ആദ്യമേ നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഉടമ്പടി സാക്ഷ്യം പറയുന്നത് എൻ്റെ ഇൻറ്റേൺഷിപ്പിന് എനിക്ക് ഹോസ്പിറ്റലിൽ കിട്ടിയതിനാണ്. ഞാൻ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. എനിക്ക് 3 മാസത്തേക്ക് ഇൻറ്റേൺഷിപ്പ് വേണമായിരുന്നു. പക്ഷേ കേരളത്തിൽ എവിടെ വേണേലും നോക്കാമെന്ന് കോളേജിൽ നിന്ന് പറഞ്ഞെങ്കിലും എനിക്ക് എവിടെ നിന്നും കിട്ടുന്നില്ലായിരുന്നു. ഞാൻ 1 മാസത്തോളം ഒരു ഹോസ്പിറ്റലിലെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കുറേ അലഞ്ഞു. പക്ഷേ എന്നെ എവിടെ നിന്നും വിളിക്കുന്നില്ലായിരുന്നു. എറണാകുളത്ത് ഇനി ഹോസ്പിറ്റലിൽ കൊടുക്കാൻ എങ്ങുമില്ല, എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് അവിടെ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ തത്തമ്പള്ളി സഹൃദയ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തിട്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടും ഓരോ മാസങ്ങൾ പോകുന്നതല്ലാതെ എന്നെ വിളിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഓരോ ഹോസ്പിറ്റലിൽ കയറിയപ്പം എനിക്ക് ആകെ വിഷമമായി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് പറയുന്നത്, അവളുടെ ഒരു ആൻറ്റി ഉത്തർപ്രദേശിലെ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് സൂപ്രണ്ടാണ്, ആൻറ്റി അവിടെ ശരിയാക്കി തന്നിട്ടുണ്ട്, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ കുറച്ച് നാൾ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ വീട്ടുകാരും പറഞ്ഞു, നീ എങ്ങും കിട്ടുന്നില്ലല്ലോ, നീ ഉത്തർപ്രദേശിൽ തന്നെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളോട് ഓക്കെ പറഞ്ഞു. പക്ഷേ ഒരുപാട് വിഷമിച്ചു, ഒരു മനസ്സില്ല എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവസാനം ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇനി ഈ കാര്യത്തിൽ ആരും ഇടപെടണ്ട, ഇത് പരിശുദ്ധ അമ്മയിൽ കൊടുത്ത അമ്മ ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം തന്നെ ഞാൻ തത്തമ്പള്ളി സഹൃദയ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഉടമ്പടിയിൽ സഹൃദയ ഹോസ്പിറ്റൽ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ പേരെഴുതിയാണ് ഞാൻ വെച്ചത്. ഞാൻ അവിടെ പോയി ആരും അറിയാതെ റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ ആരും അറിയാണ്ട് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് കണ്ണുനീരൊഴുക്കിയാണ് ഇറങ്ങിയത്. വിഷമമായിരുന്നു, കിട്ടുമോ ഇല്ലേ എന്ന്. അങ്ങനെ അമ്മ പറഞ്ഞു, ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, നമുക്ക് അവിടെ നിന്ന് പോയിട്ട് പോകാം എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഇന്നേവർക്ക് ആ പള്ളിയിൽ പോയിട്ടില്ല. അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന വഴി എൻ്റെ ഒരു ആൻറ്റീനെ ഞാൻ കണ്ടു. ആൻറ്റിക്ക് 2 പിള്ളേരുണ്ട്. അതിൽ മൂത്ത കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ, പൊടിക്കൊച്ചായിരുന്നപ്പോൾ കണ്ടതാണ്. 10-12 വർഷത്തിന് മുകളിലായി ഞാൻ ആൻറ്റീനെ കണ്ടിട്ട്. ആൻറ്റീനെ വഴി വെച്ച് സംസാരിച്ച് ആൻറ്റി പറഞ്ഞു, എനിക്കൊരു കടയുണ്ട്, അവിടെ വന്ന് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് ആൻറ്റി പറയുന്നത്, അതിനെന്താ നമുക്ക് ശരിയാക്കാം, എൻ്റെ ബ്രദർ അവിടുത്തെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നമുക്കത് ശരിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഓരോരുത്തരും നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്കത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നതല്ലാതെ ഞാൻ ഓർത്ത് അത് ജസ്റ്റ് പറഞ്ഞു പോയതായിരിക്കും, ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എൻ്റെ നമ്പരൊക്കെ വാങ്ങിച്ചിട്ടും പിറ്റേ ദിവസം ആൻറ്റിയുടെ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളല്ലേ ഇങ്ങനെ ഇൻറ്റേൺഷിപ്പിന് തിരക്കുന്നത്, ആൻറ്റിയുടെ ബ്രദറാണ് ഞാനെന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോൾക്ക് സഹൃദയ ഹോസ്പിറ്റലിൽ കയറാം, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, മോൾ കയറിക്കോ ഡ്യൂട്ടിക്കെന്ന് പറഞ്ഞു. ഞാൻ ഇതറിഞ്ഞത് എനിക്ക് 3-ാമത്തെ ദിവസം ഞാൻ സഹൃദയ ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പിന് കയറി.
ഞാനിവിടെ അമ്മയോട് വെച്ച ഒരു കാര്യമായിരുന്നു, സഹൃദയ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്രിസ്തുരാജൻ്റെ രൂപമുണ്ട്, എനിക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഈശോയെ മുത്തിയിട്ട് കയറാം. ആ ഒരു ആഗ്രഹം ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു. ഇറങ്ങുന്നത് വരെ 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഞാനിങ്ങനെ അലഞ്ഞു നടന്നത് കാരണം എങ്ങും കിട്ടുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ 1 മാസം എൻ്റെ വെറുതെ പോയി. അപ്പോൾ ആ 2 മാസം എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ ഈശോയെ ഉമ്മ കൊടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇത്ര വലിയൊരു അനുഗ്രഹം തന്നതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എനിക്ക് 23 വയസ്സുണ്ട്. ഈ 23 വർഷത്തിനുള്ളിൽ എനിക്ക് ഇതേവരേക്കും ഒരു 39-40 കിലോ അല്ലാണ്ട് കൂടുന്നില്ലായിരുന്നു. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എപ്പോഴും പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ എനിക്ക് വരുമായിരുന്നു. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യത്തിന് പോയാൽ ഡോക്ടർ ഉടനെ പറയും ഡീഹൈഡ്രേറ്റഡ് ആണ്, നന്നായി ഭക്ഷണം കഴിക്കണം. പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യവും ഇല്ല, ഭയങ്കര മടുപ്പായിരുന്നു ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഞാൻ അവസാനമായിട്ട് എൻ്റെ മാർഗ്ഗം ഉടമ്പടി മാത്രമേ ഉള്ളൂ കരുതി ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ മാതാവിനടുക്കെ നിയോഗം വെച്ച്, മാതാവേ 23 വർഷമായിട്ട് എനിക്ക് 39-40 കിലോയ്ക്ക് മുകളിൽ ഞാൻ എൻ്റെ വെയിറ്റ് കണ്ടിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എൻ്റെ ഹൈറ്റിനനുസരിച്ച് എനിക്ക് വെയിറ്റ് തരണം. ഞാനിനി ഒരു ഭക്ഷണവും അമിതമായിട്ട് കഴിക്കത്തില്ല. ഞാനിനി വണ്ണം വയ്ക്കണം എന്ന രീതിയിൽ ഞാൻ ഒരു ഭക്ഷണവും കഴിക്കത്തില്ല. 23 വർഷത്തോളം എൻ്റെ അമ്മ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. ഇനി നീയേ ഉള്ളൂ എനിക്ക്. ഞാൻ ഉടമ്പടിയിൽ വെച്ച് ഇവിടുന്ന് പോയി. എല്ലാ ദിവസവും രാത്രി ഒരു നുള്ള് ഉടമ്പടി ഉപ്പ് എടുത്ത് കഴിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. 1 മാസം പോലും ആയില്ല. അതിനു മുമ്പേ എൻ്റെ ഡ്രസ്സെല്ലാം എനിക്കെന്തോ ഭയങ്കര ടൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ പോയി ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് 50 കിലോ വെയിറ്റാണ് ഞാൻ കണ്ടത്. 23 വർഷത്തിൽ ഇന്നേ വരെക്കും 40-ന് മുകളിൽ ഞാൻ ഇന്നേ വരെക്കും ഞാൻ അതിൽ കണ്ടിട്ടില്ല. എനിക്കിപ്പോൾ 50 കിലോ വെയിറ്റാണുള്ളത്. ഇതേവരേക്കും ഈ നിമിഷം വരെ എനിക്കിപ്പോൾ ഒരു പനി പോലും വന്നിട്ടില്ല. ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് 4 സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോഴും എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിത്തന്നതും എനിക്ക് എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ച് മാറിയതെന്നും എല്ലാം ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇത്ര വലിയൊരു അനുഗ്രഹം തന്നതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി മാനസികാരോഗ്യ കേന്ദ്രത്തിലും അതുപോലെ ക്യാൻസർ വാർഡിലും അറിയാത്തവർക്ക്, ആർക്കാണ് കൃപാസനത്തെ അറിയാവുന്നവർക്ക് ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല. അവരിവിടെ വരുന്നതാണ്. ആരാണ് അറിയാത്തവർക്ക് തിരഞ്ഞു പിടിച്ച് ഞാൻ കൊടുക്കും. അറിയാവുന്ന പറയുന്നവരിൽ നിന്ന് പത്രം ഞാൻ ചോദിക്കും, ഞാനിത് വേറെ ആർക്കെങ്കിലും കൊടുത്തോട്ടെ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ ഞാനത് തിരിച്ച് വാങ്ങിച്ചിട്ട് വേറെ അറിയാത്തവർക്ക് തിരഞ്ഞു പിടിച്ച് ഞാൻ അലഞ്ഞിട്ടാണേലും ഞാൻ കൊടുക്കും. ഞാൻ അങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. പൈസയിൽ ബുദ്ധിമുട്ടുന്നവർക്ക് എൻ്റെ കയ്യിലുള്ളത് എന്താണോ, ചിലപ്പോൾ ഞാനത് കഴിക്കാൻ വെച്ചിരിക്കുന്നതായിരിക്കും, പക്ഷെങ്കിലും എൻ്റെ വിശപ്പ് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തും. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി മാർട്ടിൻ. ഞാൻ അബിയയുടെ അമ്മയാണ്. ഞാൻ 2018 ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ 17 പുതുക്ക് കഴിഞ്ഞെൻ്റെ. ഇത് ഇവിടെ അൾത്താരയിൽ പറയുന്നത് 8ാമത്തെ സാക്ഷ്യമാണ്. 7 സാക്ഷ്യങ്ങളും വലിയ വലിയ സാക്ഷ്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞത്. ഇതിപ്പം ചെറുതായിട്ട് തോന്നുമെങ്കിലും എനിക്ക് വലിയൊരു സാക്ഷ്യമാണ്. എനിക്ക് ഒരു 3 മാസത്തിന് മുമ്പ് എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു മുറിവുണ്ടായി. അപ്പോൾ ഞാൻ 2-3 ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് ഉള്ളിൽ മുറിവുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്തിട്ട് സർജറി ചെയ്യേണ്ടി വരും എന്നായിരുന്നു. പക്ഷേ എനിക്ക് ഭയമില്ലായിരുന്നു. കാര്യം ഉടമ്പടിയിലാണ് എന്ത് കാര്യവും മാതാവിൻ്റെ സാന്നിധ്യത്തോടെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഭയമില്ലായിരുന്നു. വീട്ടിലെല്ലാവർക്കും അത് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും വേദനയുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവുണ്ടല്ലോ എനിക്ക് സാധിച്ചാലും ഞാൻ അൾത്താരയ്ക്ക് ഒരു സാക്ഷ്യം പറയും, മാതാവ് എനിക്ക് സുഖപ്പെടുത്തും എന്ന് വിശ്വസിച്ചു. ഉടമ്പടി തൈലം അതിൻ്റെ മുകൾ വശമായിട്ടിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ 3 മാസം വേദനയോട് സഹിച്ചു. ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ട് ഇതാണ് പറയുന്നത്, സ്കാൻ ചെയ്യാൻ. നമ്മൾ സ്കാൻ ചെയ്യാൻ ഞാൻ പോകത്തില്ല, പരിശുദ്ധ അമ്മ ഇതെനിക്ക് മാറ്റിത്തരും എന്ന് വിശ്വസിച്ചു. ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പമില്ല. എങ്ങനെയാണ് ആ മുറിവ് ഉണങ്ങിയെന്നും ആ വേദന മാറിയെന്നും എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്കറിയാമായിരുന്നു പരിശുദ്ധ അമ്മ മാറ്റും. കാര്യം 7 സാക്ഷ്യം നീ അൾത്താരയിൽ പറഞ്ഞതാണ്, 8ാമതും എന്നെ കയറ്റും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സാക്ഷ്യത്തിനായിട്ടാണെങ്കിൽ പോലും ഞാനിവിടെ വന്ന് ഈ സാക്ഷ്യം പറയുന്നത്. പിന്നെ ആത്മീയത എന്ന് പറയുന്നത് ഭയങ്കര ഒരു സമാധാനമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. കാര്യം ഞാൻ, എൻ്റെ ഇളയ മകൾ 3 പേരും ഉടമ്പടി എടുത്തതാണ്. അവർ 2 പേരും നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അവർക്ക് വേണ്ടി ഇപ്പം ഉടമ്പടിയിൽ നിയോഗം വെക്കാറില്ല. കാര്യം അവർ 2 പേരും ഉടമ്പടിയിലാണ്. അപ്പം ഞാൻ പറയും, നിങ്ങൾ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം സാധിച്ചെടുക്കണം. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉടമ്പടിയിൽ വെക്കും. കാര്യം രോഗികളായിട്ടുള്ള ഒരുപാട് പേര് നമ്മളോട് പറയും. അതെല്ലാം ഞാൻ വെച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വേണ്ടി ഞാനിപ്പോൾ ഉടമ്പടിയിലൊന്നും എഴുതാറില്ല. കാര്യം അവർ ഉടമ്പടിയിലാണ്. അവർ തന്നെ അത് കൃത്യമായിട്ട് ചെയ്ത് സാധിച്ചെടുക്കണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
അങ്ങനെ ആത്മീയതയിൽ ഭയങ്കര കുടുംബസമാധാനം. അതായത് നമുക്ക് ഒന്നുമില്ല, സാധാരണ ഒരു കുടുംബമാണ്. അവിടെ ഞങ്ങളുടെ അപ്പൻ കാർപ്പൻ്ററാണ്. പക്ഷേ എങ്ങനെയാണെന്നറിയാം, എനിക്കൊരു ജോലിയില്ല. പക്ഷേ പിള്ളേരുടെ വിദ്യാഭ്യാസം എന്താണേലും സാമ്പത്തികമായിട്ട് നമ്മൾ വിഷമിക്കാൻ ഇടവരത്തില്ല. അതിനു മുന്നേ തന്നെ നാളത്തെ കാര്യം പരിശുദ്ധ അമ്മ അത് ക്രമീകരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഒരു ഉറപ്പായിരുന്നു. കാര്യം പിന്നെ ഭയമാണ്, പ്രാർത്ഥനയിലൊരു ശകലം ഞങ്ങൾ കുറവ് വരുത്തിയാൽ ഞങ്ങൾക്ക് ഭയമാണ്. കാര്യം പെട്ടെന്ന് തന്നെ അതിലോട്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് വരും. ഒന്നും ഉഴപ്പാൻ ഞങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. പ്രാർത്ഥന അല്ല, അധികം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ. ഇവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിനാണേലും ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങിയിട്ട് പത്രം ഞാൻ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ 7 സാക്ഷ്യം പറഞ്ഞതാണെന്നും എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്ക് വലിയ അനുഭവങ്ങൾ, എൻ്റെ ചെവിക്ക് കേൾവിയില്ലാണ്ടൊക്കെ അത് പിന്നെ സർജറി പറഞ്ഞിട്ടിട്ട് അവിടെ പൂർണ്ണ സൗഖ്യം കിട്ടിയതാണ്, അതൊന്നും ഇല്ലാതെ. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നേന്ന് എല്ലാവരോടും ഇച്ചിരി നേരം നിന്നിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പ്രൈവറ്റ് സ്റ്റാൻഡിലൊക്കെ പോയാൽ അവിടെ ഇരിക്കുന്നവർ അടുത്ത് പോയിരുന്നവരൊക്കെ ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതികരിക്കുമായിരിക്കും. എന്നാലും ഞാനതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഒന്ന് വായിച്ചോ, കളയണ്ട, ഒന്ന് വായിച്ചോ. പിന്നെ ഇതുപോലെ മോള് പറഞ്ഞതുപോലെ അറിയുന്നവർക്ക് കൊടുക്കത്തില്ല. കൃപാസനത്തിൽ പോയോ, പത്രം കിട്ടിയോ എന്ന് പറയാം, അതും തിരിച്ച് മേടിച്ചിട്ട് അറിയാത്തവർക്ക് ഞങ്ങൾ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു, അതുപോലെ വേദനിക്കുന്നവർക്ക് ഞാൻ പഠനോപകരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ക്യാൻസർ രോഗികൾ ഉള്ള വീടുകളിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും ചെന്ന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു കൊടുക്കും. സാമ്പത്തികമായിട്ടും ശരിക്കും ഞങ്ങളേലും ബുദ്ധിമുട്ടുന്നവർക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ 3 പേരും കൂടെ ഞങ്ങൾ ഒന്നിച്ചും ഷെയർ ചെയ്തും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. മക്കളാണെങ്കിൽ അവർ പഠിക്കുന്ന ബാംഗ്ലൂരാണേലും അവിടെയൊക്കെ പോയി അവർ വഴിയിലിരിക്കുന്നവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുകയും ബെഡ്ഷീറ്റ് വാങ്ങിച്ചു കൊടുക്കുകയും എല്ലാം ചോദിക്കുമ്പോൾ ഞാൻ സമ്മതത്തോടെ എന്ത് വേണേലും ചെയ്തോളാൻ വേണ്ടി അവർക്ക് സമ്മതം കൊടുക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയതയിൽ പറയാനാണെങ്കിൽ ഒത്തിരി സമാധാനവും സന്തോഷവും. അതാണ് ഇപ്പം ഞങ്ങൾക്കൊരു ടെൻഷനില്ല. പഠിച്ചു കഴിഞ്ഞ് ഇനിയെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. അടുത്ത കാര്യങ്ങൾ അമ്മയോട് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യാനാണ് ഞാൻ മക്കളോട് പറയുന്നത്. അത് അവരെന്താ ആഗ്രഹിക്കുന്ന ആ ഉദ്യമങ്ങളിൽ എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ അൾത്താരയിൽ കെട്ടി 8ാമത്തെ സാക്ഷ്യത്തിന് എന്നെ ഇവിടെ ഒരുക്കിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 37-ാം അധ്യായം 6-ാം തിരുവചനം. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഉടമ്പടിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ, ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ ഉറപ്പുകളാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത്. അബിയ എന്ന ഈ മകൾ സാക്ഷ്യ സ്ഥിരീകരണത്തിനായി കൗണ്ടറിലേക്ക് വന്നപ്പോൾ പറയുകയുണ്ടായി, എന്നെ മാതാവ് കൈവിട്ടു, ഈശോ എന്നെ മറന്നു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ഉഴപ്പിയപ്പോഴെല്ലാം മാതാവ് എന്നെ കൈവിട്ടു. അത് ഞാൻ അപ്പോൾ തന്നെ അബിയോട് പറയുകയുണ്ടായി, മാതാവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. നമ്മളാണ് മാതാവിൻ്റെ കൈവിട്ടുകൊണ്ട് നടക്കുന്നത്. കാരണം ഉടമ്പടി ഉഴപ്പുന്നത് നമ്മളാണ്. വലിയ ഒരു സാക്ഷ്യവുമായിട്ടാണ് അബിയയും അമ്മയും ഇവിടെ അൾത്താരയിൽ നിൽക്കുന്നത്. അവരുടെ ജീവിതം തന്നെ, കുടുംബം മുഴുവനും വളരെ ആത്മാർത്ഥതയോടെ, വളരെ വിശ്വസ്തയോടുകൂടിയാണ് ഉടമ്പടി ജീവിക്കുന്നതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അമ്മയുടെ 8ാമത്തെ സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ അബിയ 5ാമത്തെ പ്രാവശ്യമാണ് ഈ 23 വയസ്സിൽ അബിയ സാക്ഷ്യം നൽകുന്നത്, 5ാമത്തേത്. അബിയയ്ക്ക് ഉറച്ച വിശ്വാസവും ഈശോയിലുള്ള വലിയ പ്രതീക്ഷകളും എപ്പോഴുമുണ്ട്. നഴ്സിംഗ് പഠനം കഴിഞ്ഞപ്പോൾ തന്നെ അബിയ വലിയ വിശ്വാസത്തോടെ പല ഹോസ്പിറ്റലുകളിലും കയറിയിറങ്ങി ആപ്ലിക്കേഷൻ കൊടുത്തുവെങ്കിലും പരിശുദ്ധ അമ്മ അബിയയ്ക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള, അബിയ ആഗ്രഹിച്ചതും അമ്മ കരുതി വെച്ചതുമായ ഒരു ഹോസ്പിറ്റലാണ് അബിയയ്ക്ക് നൽകിയതെന്ന് ഇവിടെ ഏറ്റുപറയുകയുണ്ടായി. തൻ്റെ ജീവിതത്തിലേക്ക് പുതിയ ഞരമ്പുകളും ശരീരത്തിലേക്ക് പുതിയ ജീവനും നൽകുന്ന ഓരോരോ ഉടമ്പടി പുതുക്കലുകളെയും അബിയ കണ്ടറിയുന്ന, അനുഭവിച്ചറിയുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ഈ മകളിപ്പോൾ ഇവിടെ ഏറ്റെടുത്ത് പറഞ്ഞത്. എത്ര തന്നെ ഹോസ്പിറ്റലുകൾ റിജക്റ്റ് ചെയ്ത് സങ്കടപ്പെടുമ്പോഴും വിശ്വസിച്ച് മുന്നേറിയ ഒരു വലിയ സാക്ഷ്യമാണിത്. അബിയയ്ക്ക് പറയാനുള്ളത്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടിയെടുത്ത് പുതുക്കി ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന ആ ഹോസ്പിറ്റലിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് തരണം. 12 വർഷം കാണാതിരുന്ന ഒരു ആൻറ്റി പെട്ടെന്ന് ഈ മകളുടെ മുന്നിലെത്തുകയും ആ ഒരു സ്വർഗദൂതൻ അബിയയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്ത് വളരെ 3 ദിവസത്തിനുള്ളിൽ, ഉടമ്പടി പുതുക്കി 3 ദിവസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ മകളുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു. വലിയ ഒരു സാക്ഷ്യമാണിത്.
നാം എപ്പോഴും നമ്മെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടി നാം വിശ്വസ്തയോടുകൂടി പ്രത്യുത്തിരിക്കുമ്പോഴുള്ള ജീവിതാനുഭവങ്ങളാണ് ഇന്ന് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി മക്കൾ ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. ഈ മകൾക്കുണ്ടായ വലിയൊരു ആഗ്രഹം, ഈശോയെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് അബിയെ പറഞ്ഞത് ഇതാണ്: ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ നിന്നെ എനിക്ക് എപ്പോഴും ചുംബിച്ച് ഇവിടെ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യാമല്ലോ. ഈശോയെ മണിയടിക്കുക എന്ന് പറയുന്നതൊക്കെ ഇത് തന്നെയാണ്. ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും പറയാറുണ്ട്, നിനക്ക് ഈ ഉടമ്പടി വാഗ്ദാനങ്ങൾ നൽകുന്നതുകൊണ്ട് എനിക്കെന്തുപകാരം എന്ന ചോദ്യത്തിനാണ് അബിയ വളരെ കൃത്യമായി ഉത്തരം നൽകിയിരിക്കുന്നത്. എനിക്ക് ഈശോയെ ചുംബിക്കണം, ഈശോയെ കാലുകളിൽ തൊടണം എന്നുള്ളൊരു വലിയ ആഗ്രഹം. അതിനപ്പുറം എനിക്ക് ജോലി കിട്ടണം, എനിക്ക് കാശ് വേണം, എനിക്ക് വലിയ ജീവിതം വളരെയധികം കെട്ടിപ്പടുക്കണം എന്നതിനേക്കാൾ വലിയൊരു ആഗ്രഹമാണ് അബിയ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ മകളുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. മകൾ പറയുകയുണ്ടായി, ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു, എൻ്റെ 23 വയസ്സിൽ എനിക്ക് ഒരിക്കലും 1 കിലോ പോലും എനിക്ക് എൻ്റെ വെയിറ്റ് കൂടുന്നില്ല, വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടൊന്നും എനിക്ക് എൻ്റെ വെയിറ്റ് കൂടുന്നില്ല. ഇവിടെ ഒന്ന് ഉടമ്പടിയെടുത്ത് മകൾ എല്ലാ ദിവസവും ഒരു നുള്ളു വിശുദ്ധ ഉപവിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ മകൾക്ക് വലിയ വ്യത്യാസമാണ് ഉണ്ടായത്. നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യമാണല്ലോ, ഒരു വെയിറ്റ് കൂടിയതാണോ ഇത്രയും വലിയൊരു കാര്യം എന്ന് നമുക്ക് ചിന്തിച്ചു പോകാം. പക്ഷേ ഇവരെ സംബന്ധിച്ച് അതൊരു വലിയ അത്ഭുതമാണ്. 1 മാസത്തിനുള്ളിൽ 10 കിലോ വെയിറ്റ് ഈ മകൾ കൂടിയെന്ന് പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലൂടെ ഏറ്റു പറയുന്നു. നമ്മുടെ എല്ലാ കൊച്ചു കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും നമുക്ക് അമ്മയിൽ എപ്പോഴും ശരണപ്പെടാം. ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്ന വലിയ വലിയ അത്ഭുതങ്ങൾക്ക് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈശോ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്, മറ്റ് 9 പേരെവിടെ? 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കിട്ടി, ഒരു ആൾ മാത്രം തിരിച്ചു ഒരു വിജാതിയൻ മാത്രം തിരിച്ചു വന്നപ്പോൾ ഈശോ ചോദിച്ചൊരു ചോദ്യമാണ്, മറ്റ് 9 പേർ എവിടെ? ഈ അമ്മയും മകളും വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് അമ്മ പറയുന്നത്, എൻ്റെ 17ാമത്തെ പുതുക്കലാണിത്. 17 പുതുക്കൽ എന്ന് വെച്ചാൽ 3.5 വർഷമോ 4 വർഷമോ കണ്ടിന്യൂസ് ആയി ഉടമ്പടി ആത്മാർത്ഥതയോടെ ജീവിച്ചു എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രതിസ്ഫുരണമാണിത്. നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. നമുക്ക് എപ്പോഴും ഈ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാം.